ഹലോ നമസ്കാരം. ഞാൻ കുറച്ച് മനോഹരമായ കാഴ്ചകൾ കാണിക്കാൻ വേണ്ടി വന്നതാട്ടാ. നമ്മളന്ന് കുഴിച്ചിട്ട് ആമ്പൽപ്പൂവൊക്കെ ഇത് വിരിഞ്ഞിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള വയലറ്റ് ആമ്പൽപ്പൂവുകൾ കണ്ട, അടിപൊളി. നമ്മൾ ചെടിയൊക്കെ കുഴിച്ചിട്ട് കഴിഞ്ഞിട്ട് അതിൽ പൂക്കളുണ്ടായി കാണുന്ന ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതല്ലേ. ഞാൻ നാട്ടിൽ വന്ന സമയത്ത് നിങ്ങളോട് പറഞ്ഞിരുന്നു തോട്ടമൊക്കെ ആകെ നാശമായിരിക്കുകയാണെന്ന്. അപ്പോൾ അത് വീണ്ടും ഒന്ന് പച്ച പിടിച്ച് വന്നിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള റോസാപ്പൂക്കളും ചെത്തൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് കേട്ടോ. ഈ റോസൊക്കെ മുന്നോടി ഉണ്ടായിരുന്നതാണ്, ഒന്ന് വീണ്ടും മഴയൊക്കെ ആയപ്പോൾ തളിർത്ത് വന്നതാണ് കേട്ടോ, മഞ്ഞും ചോത്തുമൊക്കെ. ചില റോസുകൾ ഞാൻ പുറമെന്ന് വാങ്ങിച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ 30 രൂപയ്ക്കൊക്കെ കവറിൽ വാങ്ങിക്കാൻ കിട്ടില്ലേ. ആ പൂക്കളൊക്കെ സാധാരണ ഒരു തവണ കൊണ്ടുവന്ന് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവാറില്ല. ഇതിപ്പോൾ ഞാൻ കുറച്ച് വളമൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ സംഭവമൊക്കെ പൂക്കൾ ചറപറാന്ന് പറഞ്ഞ് കാട് പിടിച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഏത് വളം ഇട്ടെന്നുള്ളത് ഞാൻ ഈ വീഡിയോയുടെ അവസാനം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഈ പൂക്കളൊക്കെ നിങ്ങൾ കാണാൻ എന്താ ഭംഗി കാണാനല്ലേ. അതിൽ മഴത്തുള്ളികൾ കൂടി വീണപ്പോൾ ഭംഗി പറയാനുമില്ല. അതുപോലെ ചെത്തി എന്ന് പറയുന്നത് ഏത് സമയത്ത് ഉണ്ടാവുന്ന പൂവാണ് കേട്ടോ. എൻ്റെ ഒരു 4-5 കളറ് വെറൈറ്റീസ് ഉണ്ട്. ഇത് ചെറിയ ഇലച്ചെടികളാണ്. ചുമ്മാ എൻ്റെ കുറച്ച് കരവിരുതുകൾ അത്രേ ഉള്ളൂ. കോവിഡ് സമയത്ത് സ്റ്റാർട്ട് ചെയ്തതാണ് കേട്ടോ. അതൊക്കെ ഓർക്കിഡിൻ്റെ കുറച്ച് വെറൈറ്റീസാണ്. 2019 സ്റ്റാർട്ട് ചെയ്തതാണ്. ആദ്യം ഞാൻ ഇലച്ചെടികൾ മാത്രമേ വയ്ക്കാറുണ്ടായിരുന്നുള്ളൂ, ഇതുപോലത്തെ ഇലച്ചെടികൾ. പക്ഷേ ഇപ്പോൾ ഇലച്ചെടികളോടൊന്നുള്ള താല്പര്യം പോയി. അപ്പോൾ അതുകൊണ്ട് പൂക്കളുള്ള ചെടികൾ മാത്രം ഇനി വയ്ക്കുന്നുണ്ട്. കണ്ടോ, ഇതൊക്കെ കോവിഡ് സമയത്ത് പിടിപ്പിച്ചിട്ടുള്ള ചെടികളാണ്. ഒക്കെ ഉണങ്ങി നിൽക്കായിരുന്നു. ഇപ്പോഴേക്ക് വന്ന് തളുത്ത് വന്നിട്ടുണ്ട്. എല്ലാം വെള്ളമൊക്കെ ഒഴിച്ച് എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ഭക്ഷണം കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സംഭവം അടിപൊളിയാവില്ല. ഇത് നല്ല കട്ട ചെത്തിയാണ് കേട്ടോ, നല്ല റെഡ് കളർ ചെത്തിയാണ്. ഇത് വെള്ള ചെത്തി, നല്ല ഭംഗിയെ കാണാനായിട്ട്. ഇതൊരു പിങ്ക് കളറ് റോസാണ്. ഇത് കടലാസ് പൂവ്, നിങ്ങൾക്കറിയാം. കടലാസ് പൂവിന് 4-5 വെറൈറ്റീസ് ഉണ്ട്. ഇതൊരു ചന്ദന കളർ ചെത്തിയാട്ടാ, മഞ്ഞല്ല ക്രീമല്ല എന്ന് പറഞ്ഞ രീതിയിലുള്ള ചെത്തി. മഴക്കാലമായി ഇപ്പോൾ റോസൊക്കെ തഴുത്ത് മുട്ടുണ്ടായി നിൽക്കണുണ്ടോ. ഈ പൂവ് എത്ര മഴ പെയ്തിട്ടും കൊഴിഞ്ഞു പോകുന്നില്ല. കടലാസ് പൂവ് വയലറ്റ് കളറാണ് കേട്ടോ, നല്ല ഭംഗിയെ കാണാൻ. ഇത് അഡിനിയം റെഡ് കളറ്, 4-5 വെറൈറ്റീസ് കളറുണ്ട് എൻ്റെ കയ്യിൽ. ഇത് നമ്മുടെ സാധാരണ ചെത്തിയിട്ടാണ്, പൂജയ്ക്ക് ഉപയോഗിക്കുന്ന ചെത്തിയാണ്. ഇതൊരു വെറൈറ്റി ചെമ്പരത്തിയാട്ടാ, സുഹൃത്ത് തന്നതാണ്. ഇത് ചെത്തിയുടെ ഒരു മോഡൽ തന്നെ, നല്ല മജന്ത കളറാണ്. 4 മണിപ്പൂവാണ് കേട്ടോ. അത് മനസ്സിലാവില്ലല്ലേ കാണുമ്പോൾ. വീണ്ടും ചെത്തിയുടെ അത്രയ്ക്ക് ഭംഗിയൊന്നും വേറൊരു പൂവിനില്ല കേട്ടോ, അത് വേറെ കാര്യം. ഈ റോസ് നല്ല കളറാണ്, വൈറ്റ് ആൻഡ് പിങ്ക് കൂടിയിട്ടുള്ള റോസാണ്. ചെടികളിൽ പൂക്കൾ നന്നായിട്ട് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വളമാണ് കേട്ടത്. ഒരു ഗാർഡനിൽ നിന്ന് എനിക്ക് പറഞ്ഞതാണ് DAP എന്ന് പറയും, ഡൈ അമോണിയം ഫോസ്ഫേറ്റ്. ഇതൊരു 10 മണി ഇട്ട് കൊടുക്കുക. അതുപോലെ ഒരു 2 പിടി PH ബൂസ്റ്റർ, അതെപ്പോഴല്ല ഇടയ്ക്കൊന്ന് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ പൂക്കളൊക്കെ നല്ല അടിപൊളിയായിട്ട് തഴച്ച് വളരുക. ഇവിടെ ഞാൻ ചെടികൾ വാങ്ങാറുള്ള ഗാർഡനിൽ നിന്ന് അവർ പറഞ്ഞു തന്നതാണ് കേട്ടോ. എനിക്കിത് ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടി. അപ്പോൾ ഇനി എല്ലാവരുടെ വീട്ടിലും പൂക്കൾ തിങ്ങി നിറയട്ടെ.